അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന കൊച്ചി DCP ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. മാഡം, ഇത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. കാരണം സോഷ്യൽ മീഡിയ വഴി ഒരു സ്ത്രീത്വത്തെ അവമാനിക്കുന്ന ഒരാളെ ഒളിവിൽ പോകാതെ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു നേട്ടമായിട്ട് കാണുന്നില്ലേ? അതെ, നേട്ടം തന്നെയാണ്. ACP സെൻട്രൽ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പുണ്ട്. അതേപോലെ സെൻട്രൽ സ്റ്റേഷൻ എന്നാണ് ടീം. ഇത് ഇത്തരം മെസ്സേജുകൾ ഇടുന്നവർക്കുള്ളൊരു ഒരു മുന്നറിയിപ്പായിട്ട് കാണുന്നില്ലേ? ഉണ്ട്. ഇനിയിപ്പോൾ എന്തായിരിക്കും ഇവിടെയുള്ള പ്രോസസ്സ് എന്തായിരിക്കും? ബാക്കി ഇൻവെസ്റ്റിഗേഷൻ്റെ നടപടികൾ ചെയ്യും. അറസ്റ്റ് എപ്പോൾ രേഖപ്പെടുത്തുക? ഇപ്പോൾ കസ്റ്റഡിയാണെന്ന് പറയുന്നത് അറസ്റ്റ് അവിടെ നിന്ന് രേഖപ്പെടുത്തിയാണ് കൊണ്ടിരുന്നത്, ഇവിടെ വന്നിട്ടായിരിക്കും? ഇല്ല, അത് നമ്മൾ നോക്കി ചെയ്യും. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യും. ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തി? അത് പെറ്റിഷനാണ് ഇന്നലെ കിട്ടിയത്. ബാക്കി ചെയ്യാനുണ്ട്, മൊഴിയെടുക്കാനുണ്ട്. അപ്പോൾ അത്രയധികം തെളിവുകൾ ശക്തമായതുകൊണ്ടാണോ ഇങ്ങനെ ഒരു കസ്റ്റഡി, അതോ അദ്ദേഹം ഒളിവിൽ പോകാൻ നീക്കം നടത്തുന്നു എന്നുള്ള വിവരത്തെ തുടർന്നാണോ? ഇല്ല, അവരുടെ പെറ്റിഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സെക്ഷൻ പ്രകാരം നമ്മളിങ്ങനെ നടപടിയെടുത്തത്. ആവശ്യമായ തെളിവുകളുണ്ട്. അതെ, അവരുടെ മൊഴിയുണ്ട്. ഈ സമാനമായ എന്തെങ്കിലും പരാതികൾ ഇദ്ദേഹത്തിനെതിരെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, കിട്ടിയിട്ടില്ല. ഇനി എപ്പോഴത്തേന് കൊച്ചിയിലേക്ക് എത്തിക്കും? അത് നമ്മൾ നോക്കണം. കമ്മ്യൂട്ടേഷൻ ടൈം ഉണ്ടല്ലോ. എന്തായാലും ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഇത്തരം സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റികളല്ല, സാധാരണക്കാരെ അടക്കം അവമാനിക്കുന്നവർക്കുള്ള ഒരു മെസ്സേജാണിത്. അതെ അതെ, അത് ഞാൻ മാത്രമല്ല, എൻ്റെ കംപ്ലീറ്റ് ടീമാണ്. ACP സെൻട്രൽ ഉണ്ട്, അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ടീം പോയിരിക്കുന്നത്. ദ്രുതഗതിയിൽ കസ്റ്റഡി എടുക്കാനുള്ള ഒരു സാഹചര്യം വന്നത് തെളിവുകൾ ശക്തമായതുകൊണ്ടാണ്. ഇതൊരു ലെസൺ ആയിരിക്കണമല്ലോ, ഒരു പാഠമാണ്. അതെ. ഇനി നേരത്തെ 10-30ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അവർക്കെതിരെ എന്ത് ആക്ഷൻ ഉണ്ടാവും? അവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം അവർ ദൂരെയുള്ള ആൾക്കാരും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഐഡൻറ്റിഫൈ ചെയ്യണം, ആദ്യം വരുന്നതേ ഉള്ളൂ. എപ്പോൾ എത്തിക്കും? അത് നമ്മൾ നോക്കണം. കമ്മ്യൂട്ടേഷൻ ടൈം ഉണ്ടല്ലോ. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഇതുവരെ? അല്ല, അത് നമ്മൾ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യും. അത് അദ്ദേഹം ഒളിവിൽ പോകാനായിട്ട് ശ്രമിക്കുകയായിരുന്നോ അതോ ഇവിടുന്ന് മാറി നിൽക്കുകയായിരുന്നു? അതിനെപ്പറ്റിയുള്ള വിവരം എനിക്കറിയില്ല. നമ്മുടെ ടീം മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ. എന്തായാലും ശക്തമായ നടപടിയിലേക്ക് പോവുകയാണ് കൊച്ചി പോലീസ്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല, ബാക്കി ഉള്ള കേസിൽ പ്രതികളായ പ്രതികൾക്കെതിരെയും ശക്തമായ നടപടികളാണ് കൊച്ചി പോലീസ് സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.